സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിന് സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്വാഗതവും ആശംസയും ഞങ്ങളെ അറിയിക്കുന്നു. എല്ലാവരോടുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും കരുതലും നിങ്ങളെ ഓർമ്മിക്കുന്നു. ഈ സന്ദേശങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളിത് ഷെയർ ചെയ്യുവാനും അന്യോന്യം വ്യക്തിപരമായി കൈമാറുവാൻ മറ്റു പലർക്കും ഇത് അയച്ചു കൊടുക്കുവാൻ നിങ്ങൾ മനസ്സുവയ്ക്കുക. ഈ വേലയിൽ നിങ്ങൾ ആ രീതിയിൽ പ്രാർത്ഥിക്കുകയും ഇങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന പങ്കാളികളാകുക. അതിനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. ഏറ്റവും പരമപ്രധാനമായ, ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തതും ഞാനും എങ്ങും പറഞ്ഞിട്ടില്ലാത്തതുമായ ഒരു സന്ദേശം 5 ആഴ്ചകളിലായിട്ട് 5 6 ആഴ്ചകളിലായിട്ട് പൊതുലോകത്തോട് പറയുവാൻ ദൈവം എന്നെ ഒരുക്കിയിരിക്കുന്നു. ദൈവം എന്നെ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിനെതിരായിട്ട് ഒരു വാക്കുച്ചരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ത്യയിലെ മുഴുവൻ ജനത്തിൻ്റെയും അംഗീകാരം കിട്ടിയാലും ദൈവം അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് വിപത്താണ്, ഡേഞ്ചറാണ്, വളരെ ദോഷമാണ്. അതുകൊണ്ട് ദൈവം എന്നെ ഒരുക്കിയിരിക്കുന്ന ഈ കാര്യത്തിൻ്റെ 4ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഒന്നാമത്, ദൈവം ഈ യുഗത്തിൽ യേശുവിനെ തന്നു. രണ്ടാമത്, ദൈവവചനത്തെ യേശുവിൽ കൂടെ യേശുവിനെ പിൻപറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയിച്ചു തന്നു, വചനം തന്നു. മൂന്നാമത്തത്, യുഗം മാറ്റി തന്നു. ന്യായപ്രമാണ യുഗമാകുന്ന നിഴൽ മാറ്റിയിട്ട് കൃപായുഗമാകുന്ന പൊരുൾ നൽകി സൗജന്യ കാലഘട്ടമാക്കി തന്നു. ഇന്ന് അടുത്ത അതിൻ്റെ ഭാഗമായ ദൈവാത്മാവിനായി തന്ന കാര്യം പറയാൻ പോവുകയാണ്. ദൈവാത്മാവ് ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങൾക്കെല്ലാം മൂവിങ് ഉണ്ടാവുള്ളൂ, ഈ കാര്യങ്ങളെല്ലാം ഫലകരമാവുള്ളൂ. ഫലം ഉണ്ടാകണമെങ്കിൽ ദൈവാത്മാവിൻ്റെ സമ്പൂർണ്ണ സഹായം വേണം. ഇതൊക്കെ ദൈവം പ്ലാൻ ചെയ്തിട്ട് ലോകത്തിൽ നൽകിയിരിക്കുന്ന വിശേഷമായ മഹാദാനങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4ാമത്തെ കാര്യത്തിലേക്ക് പോകാം. 4ാമത്തെ കാര്യത്തിൽ പോകുമ്പോൾ യോഹന്നാൻ 16:7-8 വാക്യങ്ങൾ വായിക്കാം. 16:7-8 വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് ബോധം വരുത്തുന്ന യൂണിവേഴ്സിറ്റികളല്ലേ, അഥവാ സർവകലാശാലകളല്ലേ, ഉന്നത വിദ്യാഭ്യാസ മേഖലകളല്ലേ. അങ്ങനെ ലോകം അത്യുച്ച കോടിയിലേക്ക് പുരോഗമിച്ചിരിക്കുന്നു എന്ന് ചന്ദ്രനിൽ പോകാനും തിരിച്ചു വരാനും അങ്ങനെ വളരെ കാര്യങ്ങളിൽ ലോകം വികസന കുതിപ്പിലാണെന്നല്ലേ പറയുന്നേ. അത് അക്ഷരാർത്ഥത്തിൽ ഒരളവോളം ശരിയാണല്ലോ. നിഷേധിക്കാനും ഖണ്ഡിക്കാനും കൂടെ ആരും മുതിരുന്നില്ലല്ലോ, ഞാനുമില്ല. പിന്നെ എന്ത് ബോധം വരുത്താനാ? സ്തോത്രം. ഞാൻ എൻ്റെ ശ്രോതാക്കളുടെ മുമ്പിൽ എങ്ങനെയാണ് അവരെ
ഇത് ഗ്രഹിപ്പിച്ച് ഫലകരമാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വളരെ സൗമ്യമായി, വിനയമായി, എളിമയായി, കൂപ്പുകൈകളോടെ പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരൈറ്റമല്ല, 2 ഐറ്റം ഉണ്ട്. ഒന്ന്, ഈ താൽക്കാലിക ജീവിതകാലത്തെ 70 ഏറെയായാൽ 80 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആദ്യത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം, ഈ ശരീരത്തിൽ വിലപ്പെട്ടൊരാത്മാവുണ്ട്. അത് മനുഷ്യനിർമ്മിതമല്ല, മറിച്ച് ദൈവത്താൽ മാത്രം ഉളവാകുന്ന ദൈവനിർമ്മിതമാണ്. അത് ഞാനിപ്പോൾ തെളിയിക്കാൻ പോകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യമാകുന്ന ഈ ആത്മാവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ബോധം വരുത്തുവാൻ ദൈവം പ്ലാൻ ചെയ്തത്. മനസ്സിലായോ? സർവകലാശാലയിൽ അതില്ല, ഉയർന്ന PhD യൂണിവേഴ്സിറ്റിയിൽ അതില്ല, IAS പഠിപ്പിക്കുന്ന ആ സിവിൽ പഠനത്തിൽ അതില്ല. ദൈവം ബോധം വരുത്തുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ബോധം വരുത്തുന്നത്. ആ ആത്മാവിൻ്റെ ശാന്തിയെക്കുറിച്ചാണ്, ആത്മാവിൻ്റെ ഭാവിയെക്കുറിച്ചാണ്, ആത്മാവിന് അവസാനം ലഭിക്കേണ്ടതായ നന്മയെക്കുറിച്ചാണ് ബോധം വരുത്തുന്നത്. കണ്ടോ? യേശു ആ വാക്യം തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് അറിഞ്ഞുകൂടാ ശ്രദ്ധിച്ചോ എന്ന്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടോ, എന്നിട്ട് ഞാൻ പറയാതെ. ആ 7-ാം വാക്യം, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. മതി. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. അപ്പോൾ സത്യമല്ലാത്ത എന്തെങ്കിലും യേശു പറയാറുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? നോ, ഇല്ല. അവന് സത്യമേ ഉള്ളൂ, വ്യാജം അവനിലില്ല. ഒറിജിനൽ അല്ലാത്ത, കൃത്യമല്ലാത്ത, പദ്യമല്ലാത്ത, വ്യക്തമല്ലാത്ത ഡ്യൂപ്ലി പരിപാടി അവനിലില്ല. സത്യമേ ഉള്ളൂ. എങ്കിലും ഈ ശിഷ്യന്മാരായ ആൾക്കാരോട് മാത്രമുള്ള ചർച്ചയാണിത്. അപ്പോൾ അപ്പോസ്തലന്മാർ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രസ്താവന ആയതുകൊണ്ട്, ഒരു സന്ദേശമായികയാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. ഒരു പ്രയോജനമുള്ള കാര്യം പറയാൻ പോവുകയാണ്. പ്രയോജനമുള്ള കാര്യം. ആ പ്രയോജനമുള്ള കാര്യത്തെ പറയുന്നതിന് മുമ്പ് തന്നെ യേശു അധ്യായത്തിനൊരു കാര്യം ഉച്ചരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നത് എന്ത്? നിങ്ങളിങ്ങനെ ഭ്രമിക്കുന്നത് എന്ത്? എന്നൊക്കെ ആ ശിഷ്യന്മാരോട് മാത്രമുള്ള ചർച്ചയാകുന്ന യോഹന്നാൻ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ കർത്താവ് കാണിച്ചു. എന്നിട്ട് ഇവിടെ ഒന്ന് പറയാൻ, ഞാൻ സത്യം പറയുന്നു. പൊന്നു കർത്താവേ, നല്ല യജമാനനെ, നിങ്ങളുടെ മഹാരാജാവായ ഉടമസ്ഥനെ, എന്താണ് സത്യമെന്ന് പറഞ്ഞാട്ടെ. ആ സത്യമെന്ന് പറഞ്ഞാട്ടെ. കേൾവിക്കാരായ എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ബാലികബാലന്മാരായ കുഞ്ഞുങ്ങളെ, യേശു പറഞ്ഞ സത്യം ഒന്ന് കേൾക്കണ്ടേ? ഞാൻ പോകും, നിങ്ങൾക്ക് പ്രയോജനം എന്താണാവോ? ഇവർക്ക് ദുഃഖവും സങ്കടവുമാണ് യേശു പോകുന്നതിൽ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന പ്രയോജനം, ഞാൻ പോകാഞ്ഞാലേ, നിങ്ങളെ വഴി നടത്താനേ ആ വ്യക്തി ഇങ്ങോട്ട് വരത്തില്ല. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇനി അതേതാ, ഇതേതാ, അങ്ങനെയേതാ, ഇതേതാ, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യം ഒരു ദൈവാന്വേഷണത്തിന് ആവശ്യമില്ല. സൃഷ്ടാവിലേക്ക് വരുന്ന സൃഷ്ടിക്ക് ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ വരികയില്ല. അവൻ വന്നാൽ അവന് 3 ഡ്യൂട്ടിയുണ്ട്. 3 ഡ്യൂട്ടി എന്തൊക്കെയാണ്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ 1-ാം തരം പ്രിൻസിപ്പാളാണത്. സ്തോത്രം. തെറ്റുപറ്റാത്ത, പിശകില്ലാത്ത,
ആ വിധത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നും വരാത്ത, കൃത്യം അറിയാവുന്ന, പദ്യം മാത്രം പറയുന്ന, നേർവഴി മാത്രം കാണിച്ചു തരുന്ന ഒരു പ്രിൻസിപ്പാൾ അഥവാ ഒരു നല്ല ഗുരുവാണ് അവൻ. നല്ല ഗുരു. ആ നല്ല ഗുരുവാകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു പക്ഷേ ഈ എപ്പിസോഡൊന്നും തീർന്നില്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് ക്ഷമയോടൊന്ന് കേൾക്കണം. സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കയറി വരുന്നതുകൊണ്ട് പറയുക, അരനൂറ്റാണ്ടിലധികം രാവും പകലും മുഴുവൻ സമയവും ദൈവവേല ചെയ്തപ്പോൾ, വിശേഷിച്ച് ടി വിയിൽ 9ാമത്തെ വർഷമായപ്പോൾ, വിശ്വാസികളെന്നറിയപ്പെടുന്ന, ക്രൈസ്തവരെന്നറിയപ്പെടുന്ന വലിയൊരു സംഘം ആൾക്കാരും ഞാനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവർ അംശമായതേ അറിഞ്ഞിട്ടുള്ളൂ, ഇത്തിരി അറിഞ്ഞിട്ടുള്ളൂ. ആ നല്ലതും ശ്രേഷ്ഠമായതും മാന്യമായതും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലെന്ന് ദാഹത്തോടെ, ആശയോടെ, ആർത്തിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അതിനകത്ത് ശുശ്രൂഷകന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, അതിന് സാധാരണ ജനങ്ങളുണ്ട്, എൻ്റെ മുകളിലുള്ളവരുണ്ട്, എൻ്റെ താഴെയുള്ളവരുണ്ട്, എൻ്റെ ആവറേജ് ഉള്ളവരുണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞ് ദൈവസഭയ്ക്കകത്തുള്ള കാര്യമാണ് പറഞ്ഞ് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ ജനത്തിന് പാപബോധം ഉണ്ടായെങ്കിൽ കൊള്ളായിരുന്നു. അതിന് പാപം എന്താണെന്ന് പറഞ്ഞിട്ട് വേണ്ടേ ബോധം ഉണ്ടാവാൻ. അവർക്ക് പാപം എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല. ഇതിനെക്കുറിച്ച് ഒരു വല്ലാത്ത വിഭ്രാന്തിയും ആവലാതിയും നൊമ്പരവും വേദനയും അയ്യം വിളിയുമാകുന്ന സമയം വരുന്നുണ്ട്. അന്ന് ഞങ്ങളെപ്പോലുള്ളൊരു അന്വേഷണം കിട്ടത്തില്ല, ഒരാളെപ്പോലും കിട്ടത്തില്ല. ആമോസിൻ്റെ പുസ്തകം എടുക്കാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. ആമോസിൻ്റെ പുസ്തകം എടുത്തിട്ട് ആ കാര്യം വിശദീകരിച്ച് നേരത്തെ ദൈവം അരുളി ചെയ്ത് വെച്ചിട്ടുണ്ട് ആമോസ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ 8ാം അധ്യായത്തിലാണ് ആ കാര്യം കിടക്കുന്നത്. 8ാം അധ്യായം 11ാം വാക്യത്തിൽ ഈ ഒരു ദിവസം വരുന്നുള്ളതിന് ആമോസിൻ്റെ പുസ്തകത്തിൽ അത്. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞു വന്ന കാര്യം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കാനിടയാകട്ടെ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഒരാൾക്ക് ബോധം വരുത്തുന്നല്ല, ലോകത്തിന് ബോധം വരുത്തുന്നു. പറഞ്ഞാൽ സകല പേർക്കും ബോധം വരുന്നു. എങ്ങനെ ബോധം വരുത്തുന്നു? വചനം വെളിപ്പെടുത്തി ബോധം വരുത്തുന്നു. എന്താണ് വചനം? യേശു സംസാരിച്ച വചനം, ദൈവം കൽപ്പിച്ച വചനം. എന്താണ്? പരിശുദ്ധാത്മാവ് ആളത്തോരമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല, ആളത്തോരമായിട്ട് നിൽക്കുന്നില്ല. പിന്നെ എന്നിൽ കൂടെ, എന്നെപ്പോലുള്ള സമർത്ഥന്മാരായ ധാരാളം ആൾക്കാരുടെ കൂടെ നിന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാ പാവ പിടിച്ച് സാധുവായ ഞാനും അതിനൊരു പങ്കാളിയാണ്. അതാണ് ഇത് ബോധം വരുത്തുന്നത്. ഇങ്ങനെയാണ് ബോധം വരുത്തുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ആമോസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം 8ാം അധ്യായം 11ാമത്തെ വാക്യം നോക്കിയാൽ ഒരു മഹാസംഭവം അവിടെ കാണാം. അയ്യോ, നടുങ്ങി പോവും, ഞാനൊക്കെ നടുങ്ങി പോവും. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. വായിച്ചു നോക്കാം നമുക്ക്. 8:11. അപ്പത്തിനായുള്ള വിശപ്പല്ല, ഞാനും കൂടെ അതൊന്ന് എടുത്തെടുത്ത് പറയാം. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങൾ കേൾക്കേണ്ടതിനുള്ള, ദൈവവചനം കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു. വിശപ്പ് ഞാൻ അയക്കുന്ന നാൾ വരുന്നു. വന്നിട്ടില്ല, വരുന്നു. നാൾ വരുന്നു. അടുത്തത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദൈവം അരുളി ചെയ്തു. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും, അന്ന് അയച്ച് വിശപ്പ് എൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും, വടക്കു മുതൽ കിഴക്ക് വരെയും, വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും. ദൈവവചനം അന്വേഷിച്ച് അലയുന്ന ഒരു കാലം വരുന്നുണ്ടെന്ന്. വന്നിട്ടില്ല, വരുന്നുണ്ട്. അന്വേഷിച്ച് അലഞ്ഞു നടക്കും. പിന്നെ കണ്ടുകിട്ടുകയില്ല താനും. പിന്നെ അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും, അന്ന് സിനിമാ നടികളും യൗവനക്കാരും, പിന്നെ ലോകവ്യാപകമായി തിരഞ്ഞെടുക്കപ്പെടുന്ന കന്യകമാരും അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരും, ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. യൗവനക്കാരും കന്യകമാരും യുവാക്കളും ബോധം കെട്ട് വീഴും. ഇന്ന് ഫ്രീ ചാൻസ്, കൃപായുഗത്തിൽ ഫ്രീ ചാൻസ് വരുന്നുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യവും നിറവേറും. യേശു ജനിക്കുന്നതിൻ്റെ എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് പറഞ്ഞു ജനിച്ചു. ശുശ്രൂഷ പറഞ്ഞു,
നടന്നു. മരിച്ചു, അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഉയർത്തെഴുന്നേൽക്കുന്ന അത് നടന്നു. അങ്ങനെ ഓരോ 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 കാര്യങ്ങളും. സ്തോത്രം. ഇവിടെ മറച്ചു വയ്ക്കുന്ന സകല കള്ളത്തരം ഇവിടെ തന്നെ ദൈവം പൊളിക്കും. മോഷ്ടിച്ചും മറച്ചും പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി, സമ്പാദ്യത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സകല കോപ്രാണ്ടങ്ങളും ഇവിടെ തന്നെ പൊളിക്കും ദൈവം. ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല, അതെൻ്റെ വിഷയത്തിൽപ്പെട്ടതല്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാലം വരുന്നു എന്നതിനാൽ പാപനീതി ന്യായവിധി എന്ന ഈ കാര്യത്തിൽ ഇത് രണ്ടായി തിരിക്കണം. അതെന്താണാവോ? ന്യായവിധി സമാപനമാണ്, പാപവും നീതി ഇപ്പോഴാണ്. അപ്പം ന്യായവിധി അടുത്ത ആഴ്ചയിലെ കാര്യമാണ്. പാപവും നീതിയും ഇപ്പോഴത്തെ കാര്യമാണ്. ഞാനങ്ങനെ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാനങ്ങനെ എന്നൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നവരില്ലേ, ധാരാളം പേരില്ലേ. എന്നെ പറയാമല്ലോ, ഞാൻ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ദൈവനീതിക്ക് കീഴടങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ ഒരുമാതിരി പുറപ്പൂച്ചായിട്ട് പോകും. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ദൈവനീതിക്ക് എൻ്റെ ഗുരു കീഴടങ്ങി, എൻ്റെ രക്ഷകൻ കീഴടങ്ങി, എൻ്റെ യജമാനൻ കീഴടങ്ങി, എൻ്റെ മഹാരാജാവായ യേശു കീഴടങ്ങി. സൃഷ്ടാവായിരുന്നവൻ, സൃഷ്ടിയായ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് ഇറങ്ങി ചെന്നപ്പോൾ സ്നാനത്തിന് വേണ്ടി യോർദാനാരിൽ ഇറങ്ങി ചെന്നതാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുത്തത്തില്ല, കാരണം അങ്ങ് എന്നെ സ്നാനപ്പെടുത്തുന്നെങ്കിൽ ഞാൻ സ്നാനപ്പെടാം, ഞാൻ അങ്ങേ സ്നാനപ്പെടുത്തത്തില്ല. അപ്പോൾ യേശു വന്ന് വെള്ളത്തിലിറങ്ങി നനഞ്ഞത് വെറുതെയായി. യോഹന്നാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പൂർത്തീകരിക്കാൻ കഴിയാതെ അതുമായി. അപ്പോൾ എല്ലാം കൂടി ഒരു ചൊറയായല്ലോ. യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം, സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. കേൾവിക്കാരുടെ കണ്ണൊന്ന് തുറന്ന്, ചെവിയൊന്ന് തുറന്ന്, ഹൃദയമൊന്ന് തുറന്ന് കേട്ടെങ്കിൽ നന്നായിരുന്നു. യേശു നീതികേട് ചെയ്തിട്ടല്ല, അവിടെ വന്നവരെല്ലാം പാവം ഏറ്റുപറഞ്ഞ് ആണ് സ്നാനപ്പെട്ട് കയറിയത്. അവരോട് പറഞ്ഞു, വൃക്ഷങ്ങളുടെ ചുവടിന് ഇപ്പോൾ തന്നെ കോടാലി ഉണ്ട് കേട്ടോ, ഇനി പാപം ചെയ്യാൻ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. അത് പോട്ടെ, അനേക വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ജീവിതമാകുന്ന വൃക്ഷത്തിന് ചുവട്ടിൽ കോടാലി ഇരിപ്പണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം, അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ യേശു ഇങ്ങനെ സാധനം നീതി നിവർത്തിക്കുമ്പോൾ അപ്പോൾ യോഹന്നാൻ സമ്മതിച്ച് സൃഷ്ടിയായവൻ വെള്ളത്തിൽ മുക്കിപ്പൊക്കി. യേശു വെള്ളത്തിൽ നിന്ന് കയറി. വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങണമല്ലോ, വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ ഒരു ശബ്ദം വന്നു. ആ സ്വർഗത്തിൽ നിന്നാണ് വന്നേ. മനുഷ്യൻ ആരും വന്നാലേ നോക്കിയിട്ട് കണ്ടില്ല, കാണുന്നില്ല, ആരെയും കാണുന്നില്ല. ഒരു ശബ്ദം വന്നു. ശബ്ദം വന്നത് എങ്ങനെയാണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കുസൃതിക്കാരനായിരിക്കുന്ന ഞാൻ ദൈവത്തോട് തിരിഞ്ഞങ്ങ് ചോദിക്കുക, അപ്പം ഇതുവരെ യേശുവിൽ അങ്ങേക്ക് പ്രസാദമില്ലായിരുന്നോ? ഇപ്പോഴാണ് പ്രസാദമായത്. എല്ലാത്തിനും മറുപടി പറയുന്ന സാധാരണക്കാരൻ ഒരുവനല്ല ദൈവം. മറുപടി ആത്മാവിൽ മനസ്സിലാക്കണം. ദൈവനീതിക്ക് മുമ്പിൽ യേശു മുതൽ അടിക്കല്ല്, ആദ്യകല്ല്, ഒന്നാം കല്ല്, മൂലക്കല്ല്. എന്തിൻ്റെ? ദൈവം പണിയുന്ന സഭയുടെ മൂലക്കല്ല്. ആ സഭയുടെ പേരാണ് ദൈവസഭ. ദൈവസഭയുടെ മൂലക്കല്ല്, അടിക്കല്ല്, ഒന്നാം കല്ല്, ആദ്യകല്ല് യേശു. യേശുവാകുന്ന കല്ല് നനച്ചിട്ട കല്ലാണ്. ഇനി അതിനകത്ത് ഓരോ പണിയുണ്ടെങ്കിൽ കല്ല് നനയണം. അത് പാവം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചവർക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ സ്വർഗം തുറന്നു പറഞ്ഞ്, ഇവൻ എൻ്റെ പ്രിയപുത്രനെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പി. അടുത്ത ഒരു പ്രയോഗം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, അവൻ്റെ മേൽ വസിക്കുന്നു. നോക്കുക, അവന് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ടോ? അറിയില്ല. അവന് സ്നാനം ആവശ്യമുണ്ടോ? അറിയില്ല. അവൻ പാവം ഏറ്റു പറഞ്ഞോ? ഇല്ല. പിന്നെ തുടക്കം വ്യവസ്ഥാപിതം, തുടർച്ച
വ്യവസ്ഥാപിതം, ഒടുക്കം വ്യവസ്ഥാപിതം, തുടക്കം, തുടർച്ച, ഒടുക്കം, ഒറ്റ പ്രമാണം. ഒറ്റ പ്രമാണം, ഒറ്റ പ്രമാണം. ആ പ്രമാണത്തിൽ യേശു കാൽ വെച്ചു. ഇതാണ് നീതിയെക്കുറിച്ചുള്ള ബോധം എന്ന് പറഞ്ഞത്. യേശുവിന് നീതിയെക്കുറിച്ച് ബോധം ഉണ്ടായിരുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ത്രിവിധ ഡ്യൂട്ടി. കേട്ടല്ലോ. ആ ഡ്യൂട്ടിക്ക് പരിശുദ്ധാത്മ തയ്യാറാകുമ്പോൾ വിധേയപ്പെടാൻ ഞാൻ തയ്യാറായാൽ രക്ഷപ്പെട്ടു. സ്തോത്രം. ഞാൻ തന്നെ എന്നെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വലിയ ആൾ എന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. വിശുദ്ധനാണോ അശുദ്ധനാണോ തീരുമാനിക്കാനുള്ള അതിൻ്റെ അവസാനത്തെ സെലക്ഷൻ കർത്താവിൻ്റെ മാത്രമാണ്. പിതാവാൻ നീ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. കൊടുക്കുകയില്ല. എനിക്ക് ആരെയും വിശുദ്ധനാക്കാൻ പറ്റത്തുമില്ല. ഞാൻ ആരെയും വിശുദ്ധനായിട്ട് പറഞ്ഞിട്ടുമില്ല. പോട്ടെ, നമുക്ക് വിടാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾ സത്യം പറയുന്നു യേശു പറഞ്ഞത്. യേശു സത്യം പറയുമെന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ളവർക്ക് പിന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. യേശു സത്യം അറിയുള്ളൂ. സ്തോത്രം. യേശു ചില കാര്യം പറഞ്ഞപ്പോൾ പീലാത്തോസ് ഗവർണർ ജഡ്ജി ചോദിച്ചു, സത്യം വന്നാൽ എന്ത്? ഏതായാലും ക്രൂശി കയറാൻ പോവാ. ഞാനാണീ പറഞ്ഞത് ഇതൊന്നും അറിയാൻ പള്ളിയും പിന്നെ എന്തിനാ സാറേ അവിടെ ഇരിക്കുന്നത്? അതല്ല ഈ സത്യം. ഈ സത്യം വേറെയാ. ഇത് ആത്മീയ സത്യമാ, ദൈവിക സത്യമാ, സൃഷ്ടാവും സൃഷ്ടിയുമായുള്ള സത്യമാ. അത് ആ സത്യമാ പറഞ്ഞത്. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ പോകും, നിങ്ങൾക്ക് പ്രയോജനം കഴിഞ്ഞാൽ കാഴ്ച നിങ്ങൾക്ക് വരികയില്ല. അവൻ വന്നാൽ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. യശയ്യാ 30:1 യശയ്യാ 30:1. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും എൻ്റെ ആത്മാവിനെ കൂടാതെ എന്ന് പറഞ്ഞ് പിന്നെന്താ പറഞ്ഞ്? എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ സഖ്യത ചെയ്യുന്നു, ആത്മാവിനെ കൂടാതെ. എന്താ കാര്യം? പാപം പ്ലസ് പാപം. പാപത്തോട് പാപം കൂട്ടാന്ന് പറഞ്ഞ് കേട്ടില്ലേ? എൻ്റെ ആത്മാവിനെ കൂടാതെ. ദൈവം മനുഷ്യന് കൊടുക്കാൻ തീരുമാനിച്ച നന്മയുടെ സമ്മാനത്തിൻ്റെ ആ ഉദാത്തമായ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ 4ാമത്തെ ഭാഗമാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് തന്നത്. അവിടെ സുഖമായി കുത്തിയിരുന്നുറങ്ങുന്ന മുതുക്കനല്ല ദൈവം. ഒരു മൂലയ്ക്കൽ മാറിയിരുന്ന് കുറുക്കം വലിക്കുന്നവനല്ല ദൈവം. മനുഷ്യൻ്റെ പ്രശ്നം എന്താണോ, മനുഷ്യൻ്റെ ആവശ്യം എന്താണോ, മനുഷ്യനെ എങ്ങനെ ഒരുക്കാം, മനുഷ്യനെ എങ്ങനെ തന്നെ രാജ്യത്തിൽ കയറ്റാം, ഈ കാര്യത്തെക്കുറിച്ച് ദൈവം ബോധവാനാണ്. വ്യാജാലതയില്ലാത്ത ഞാൻ കൃത്രിമ വ്യാജാലത ഉണ്ടാക്കി പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വ്യാജാലതയൊക്കെ മാറ്റിവെച്ചിട്ട്, പ്രാസമൊക്കെ മാറ്റിവെച്ചിട്ട് കാര്യകാരണ സഹിതം വിഷയം ശാന്തമായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ബോധം വരുത്താൻ വരുന്നുണ്ട്. പിന്നെ അവൻ്റെ പീരീഡ്, എൻ്റെ പീരീഡ് 33 വയസ്സായിരുന്നു. ഇനി കാര്യം മനസ്സിലാകാൻ വേണ്ടി 34 വെച്ചോ, ആയിക്കോട്ടെ, എളുപ്പത്തിന് ആയിക്കോട്ടെ, വിരോധമില്ല. 34. യേശുവിൻ്റെ പീരീഡ് 34 വർഷമായിരുന്നു എന്ന് വെച്ചോ. 34 വർഷമായിരുന്നു ഞാൻ സ്ഥിരീകരിച്ച് പറഞ്ഞവൻ. 33 വേദവസരം കിടക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പീരീഡ് അതല്ല. പരിശുദ്ധാത്മാവിൻ്റെ പീരീഡ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്ന ദിവസം ആണ് ദൈവസഭ ഉടലെടുത്തത്, ജന്മമെടുത്തത്, പിറവിയെടുത്തത്, സ്ഥാപിച്ചത്. അത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർക്ക് ഒന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തുടക്കം, ദൈവസഭയുടെ തുടക്കം ഭൂമിയിലേക്ക്. കേട്ടല്ലോ. ഇനി അതിൻ്റെ ഒടുക്കം എന്നാണ് അതറിയണ്ടേ. ആ ഒടുക്കം എന്ന് സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നുവോ, കണ്ണടച്ച് തുറക്കുന്ന പോലെ അന്ന് ആത്മാവ് പോകും. അപ്പോൾ പിന്നീട് മനസ്സിലായല്ലോ, അത് 3 വർഷം ഒന്നുമല്ല, ഇപ്പം തന്നെ 2000 വർഷമായി തോളായി. അപ്പോൾ പരിശുദ്ധാത്മാവ് അന്ന് പോലെ ഇന്ന് വരെ ഇവിടെയുണ്ട്.
അങ്ങ് എന്നുവരെ ഉണ്ടാവും പൊന്നുനാഥ? ഞാനോ? ഞാൻ നിന്നെ കൊണ്ട് സ്വർഗത്തിൽ പോകത്തുള്ളൂ. മറുപടി എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് നീ മരിച്ച് മണ്ണറിഞ്ഞ് നീ അസ്ഥി പോലും മണ്ണോട് മണ്ണ് ചേർന്ന് അലിഞ്ഞു പോയാലും ശരി, കാകളം ധ്വനിക്കുമ്പോൾ നീ പൊങ്ങും. നീ പൊങ്ങും. കാന്തം അവിടെ എത്തിയപ്പോൾ ആ കാന്തവുമായി ടച്ച് ഉണ്ടായിരുന്ന, ആത്മാവുണ്ടായിരുന്ന നീ പൊങ്ങും. ആ ശരീരത്തിൻ്റെ പേരാണ് വിൺമയമായ ശരീരം. ഈ ശരീരത്തിൻ്റെ പേരാണ് മൺമയമായ ശരീരം. മൺമയമായ ശരീരത്തെ കൊണ്ടുവന്ന് എല്ലാവരുടെ കൂടി ആഡംബരമായി ആർഭാടമായി മണ്ണിലടക്കി, അല്ലെങ്കിൽ കല്ലറയിൽ ഒതുക്കി. ഒക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ചെയ്തോട്ടെ, ചെയ്യണം. പക്ഷേ വിൺമയമായ ഒരു ശരീരം പൊക്കാനാണ് ഞാൻ വരുന്നത്. യേശു വന്ന് അങ്ങനെ പൊക്കി കണ്ണിവെക്കുന്നതിനിടയിൽ സഭ ആകാശമണ്ഡലം കഴിഞ്ഞ് മേഘത്തിൽ കർത്താവിൻ്റെ നാട്ടിലെത്തും. കർത്താവിൻ്റെ നാട്ടിലെത്തി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പിന്നെ ഇവിടെയില്ല. അപ്പോൾ അവൻ്റെ പിരീഡ് എവിടം വരിക? അതാണ് ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറഞ്ഞത്. പോകാൻ ഞാൻ വരികയില്ല. അവൻ സഭായുഗാന്ത്യത്തോളം, കൃപായുഗാന്ത്യത്തോളം ഇവിടെ ഉണ്ടാവും. സ്തോത്രം. കൃത്യം പറയണോ അറിയണോ വിചാരിക്കണോ എളുപ്പമല്ല. എങ്കിലും ആത്മാവ് വന്നത് യേശു ഉയർത്തുന്നതിൻ്റെ 50-ാമത്തെ ദിവസമാണ്. 50-ാമത്തെ ദിവസം. അതുമുതൽ എത്ര ആയിരം വർഷം കഴിഞ്ഞിട്ടാണോ ഇനി സഭ ചേർക്കാൻ വരുന്നത്, അതുവരെ അതാണ് ഇതിൻ്റെ കാലഘട്ടം. അങ്ങനെയുള്ളൊരു നന്മ പറയാനാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആത്മാവിനെ കൂടെ സഖ്യത ചെയ്യരുത് പറഞ്ഞല്ലോ. സഖ്യത ചെയ്താൽ പാപത്തോട് പാപം കൂട്ടാനാണ്. എൻ്റെ ആത്മാവിനെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ, സത്യമായതും വിശുദ്ധമായതും നേരായതും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവിനെ കൂടെ സഖ്യത ചെയ്തു പാപത്തോട് പാപം കൂട്ടാൻ. ഒരു വാക്യോടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ വാക്യം. മത്തായി സുവിശേഷം 19:26 നോക്കിക്കേ. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? അത് അസാധ്യമാണ്. രക്ഷിക്കപ്പെടാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. ഇത് എന്ത് വിരോധാഭാസം, എന്ത് പൊട്ടത്തരം, എന്ത് പിച്ചുമ്പയാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നില്ലേ? അർത്ഥം കേട്ടോളൂ. രക്ഷിക്കപ്പെടണമെങ്കിൽ എൻ്റെ ആത്മാവ് നിന്നെ ബോധവൽക്കരിക്കണം. എൻ്റെ ആത്മാവ് ബോധവൽക്കരിച്ച് നീ അതിന് വിധേയപ്പെടണം. ഒന്നുകൂടി പറഞ്ഞാൽ, എൻ്റെ ആത്മാവ് ബോധവൽക്കരിക്കപ്പെട്ട വചനത്തിന് നീ കീഴടങ്ങണം. യോഹന്നാൻ സ്നാപകൻ്റെ കയ്യിൽ ഗുരുവായി, നാഥനായി, യജമാനായി, സകല സിറ്റാവിൻ്റെയും സകലത്തിൻ്റെ ഉടമസ്ഥനായവൻ കീഴടങ്ങി. സ്വർലോകത്തിൻ്റെ, ഭൂലോകത്തിൻ്റെ, അധോലോകത്തിൻ്റെ സകല മുഴങ്കാലം അവൻ്റെ മുമ്പിൽ മടങ്ങാനുള്ളവൻ ആയിരിക്കുന്നവൻ യേശു കീഴടങ്ങി. നീ കീഴടങ്ങി. നീ കീഴടങ്ങണം. കീഴടങ്ങുമ്പോൾ നിന്നെ സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതിനാണ് ആത്മാവിനെ അയച്ചിരിക്കുന്നത്. അതാണ് പ്രയോജനമുള്ള കാര്യം, അതാണ് ഉപയോഗമുള്ള കാര്യം, അതാണ് ഉപകാരമുള്ള കാര്യം. അതും ഇതും പറഞ്ഞ് അതും ഇതും കേട്ട് കാലം കളയണ്ട, സമയം കളയണ്ട. വെറുതെ എന്തിനാ ഈ നന്മയും അനുഗ്രഹമൊക്കെ നഷ്ടപ്പെടുത്തി തൂത്ത് കളഞ്ഞ് വലിയ ആൾക്കാരെ പോലെ നമ്മളിങ്ങനെ ചമഞ്ഞു നടക്കുന്നത് എന്തിനാ? നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. ആത്മാവിനെ ദൈവം അയച്ചത് നിൻ്റെ മേലും വരട്ടെ. കേൾവിക്കാരായ ഓരോരുത്തരുടെ മേലും വരട്ടെ. സഹോദരന്മാരുടെ മേൽ വരട്ടെ, സഹോദരിമാരുടെ മേൽ വരട്ടെ, മാതാപിതാക്കളുടെ മേൽ വരട്ടെ, മക്കളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. ആത്മാവിനെ വരട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരമനാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഈ നല്ല സമയത്തിനായ സ്തോത്രം, ഈ വചനത്തിനായ സ്തോത്രം, കേട്ട മക്കൾക്കായ സ്തോത്രം. പേരുപേരായി നീ അവരെ ഉണർത്തണമേ കർത്താവ്. അവരൊരുക്കണമേ. ഒരാൾ പോലും നശിച്ച് നാശത്തിൽ പോകാൻ ഇടവരരുതേ കർത്താവേ. നാശത്തിൽ പോകുന്ന വാതിൽ വിശാലമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതിൽ പോകുന്നവർ അനേകരാന്ന് പറഞ്ഞല്ലോ. അനേകരുടെ ആൾക്കൂട്ടം നോക്കി പോകാൻ കർത്താവേ, ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ടെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ പോകാൻ ഇടവരാതെ, ചുരുക്കം പേരാണെങ്കിലും ദൈവരാജ്യത്തിലേക്ക് പോകുന്നവരുടെ കൂടെ വരാൻ ഈ ശ്രോതാക്കളെ ഒന്നിനെ പോലും കുറഞ്ഞു പോകാതെ ഒരുക്കണമേ. ഇവർ മുഖാന്തരം മറ്റനേകരെ ദൈവരാജ്യത്തിലേക്ക് വരാൻ ഇവരെ ദൈവം ഉപയോഗമാക്കണമേ, പ്രയോജനമാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.